ഇന്നത്തെ ആഗോള യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ഇറാൻ. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തികവും സാങ്കേതികമായ ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ ഭേദിച്ചും സ്വന്തം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ച ഇറാന്റെ കഥ ലോകത്തെ അതിശയിപ്പിക്കുന്നതാണ്. പൗരാണികമായ പേർഷ്യൻ ബുദ്ധിയും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച് ഇറാൻ പടുത്തുയർത്തിയിരിക്കുന്നത് ഒരു അദൃശ്യ സാമ്രാജ്യത്തെ തന്നെയാണ്. പഴയകാല യുദ്ധങ്ങൾ വില കൂടിയ യുദ്ധവിമാനങ്ങളുടെയും ഭീകരമായ ടാങ്കുകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. എന്നാൽ ഇറാൻ ലോകത്തെ പഠിപ്പിച്ചത് അസിമെട്രിക് വാർഫെയർ അഥവാ അസാമാന്യമായ യുദ്ധമുറയുടെ പ്രാധാന്യമാണ്. ഒരു വശത്ത് $multi-billion വിലയുള്ള F-35 യുദ്ധവിമാനങ്ങളും അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമായി നിൽക്കുന്ന വൻ ശക്തികളെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്നത് വെറും ലക്ഷങ്ങൾ മാത്രം ചിലവുള്ള ഡ്രോണുകളെയാണ്. വില കുറഞ്ഞതും എന്നാൽ പ്രഹരശേഷി കൂടുതൽ ഉള്ളതുമായ ഇത്തരം ആയുധങ്ങൾ ശത്രുവിന്റെ പ്രതിരോധ ശൃംഖലയെ അമ്പരപ്പിക്കുന്നു. മില്യൺ കണക്കിന് ഡോളർ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് വെറും $10,000 വിലയുള്ള ഒരു ഡ്രോണിനെ തടയാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ അത്തരം നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം അയച്ചാൽ ഏതൊരു പ്രതിരോധവും തകരും. ഈ കുറഞ്ഞ ചിലവ് കൂറ്റൻ ആഘാതം എന്ന നയമാണ് ഇറാന്റെ സൈനിക വിജയങ്ങളുടെ അടിസ്ഥാനം. 2006 മുതൽ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഇറാനെതിരെ കർശനമായ ആയുധ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതികവിദ്യ വാങ്ങാനോ സ്പെയർ പാർട്സുകൾ ഇറക്കുമതി ചെയ്യാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഓരോ ഉപരോധവും ഇറാന് പുതിയൊരു അവസരമായി മാറി. തങ്ങളുടെ പക്കലുള്ള പഴയ വിമാനങ്ങളെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി ഇന്നും പ്രവർത്തനക്ഷമമായി നിലനിർത്താൻ ഇറാന് സാധിക്കുന്നു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം 2015-19 കാലഘട്ടത്തെ അപേക്ഷിച്ചും 2020 ശേഷം ഇറാന്റെ ആയുധ കയറ്റുമതിയിൽ 749% വളർച്ചയുണ്ടായി. ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം ആകാശത്ത് സ്വന്തം നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി ഇറാൻ മാറിയത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ്. ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ പങ്കാളി റഷ്യയാണ്. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യ ഒറ്റപ്പെട്ടപ്പോൾ അവർക്ക് തുണയായത് ഇറാനിയൻ സാങ്കേതിക വിദ്യയാണ്. ഇറാന്റെ ആകെ ആയുധ കയറ്റുമതിയുടെ 80% റഷ്യയിലേക്കാണ് പോകുന്നത്. ഷാഹെദ് ഡ്രോണുകൾ ഇന്ന് യുക്രൈൻ യുദ്ധമുഖത്തെ ഗതിമാറ്റുന്ന ആയുധമായി മാറിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരായിരുന്ന റഷ്യ ഇന്ന് ഇറാന്റെ സാങ്കേതികവിദ്യ തേടി എത്തുന്നു എന്നത് ആഗോള സമവാക്യങ്ങളിൽ ഇറാന്റെ സ്ഥാനം എത്രമാത്രം ഉയർന്നുവെന്നും വ്യക്തമാക്കുന്നു. ഇതൊരു കേവല ആയുധ കച്ചവടമല്ല, പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യത്തിനെതിരെ രൂപപ്പെടുന്ന ഒരു പുതിയ സമാന്തര ലോകക്രമത്തിന്റെ തുടക്കമാണിത്. അമേരിക്കയും നാറ്റോയും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ഇറാനും റഷ്യയും കൈകോർക്കുമ്പോൾ അത് ലോകക്രമത്തെ തന്നെ മാറ്റുന്നു. ഇറാന്റെ സ്വാധീനം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല. അമേരിക്കയുടെ അയൽപ്പക്കമായ ലാറ്റിൻ അമേരിക്കയിലെ വെനസ്വേലയിലേക്കും ഇറാന്റെ ഡ്രോൺ സാങ്കേതികവിദ്യ പടർന്നിട്ടുണ്ട്. കയറ്റുമതിയുടെ 11% മാത്രമാണ് വെനസ്വേലയെങ്കിലും ഈ കൂട്ടുകെട്ട് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം വളരെ വലുതാണ്. അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളെ വെല്ലുവിളിച്ച് ലോകത്തിന്റെ മറുഭാഗത്ത് പോലും സ്വാധീനം ഉറപ്പിക്കാൻ ഇറാൻ കാണിക്കുന്ന ആർജവം അമേരിക്കയെ അലോസരപ്പെടുത്തുന്നു. വെറുമൊരു ആയുധ കച്ചവടത്തിനപ്പുറം ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് ഇറാൻ കൈമാറുന്നത്. ഇത് വെനസ്വേല പോലുള്ള രാജ്യങ്ങൾക്ക് തങ്ങളുടെ പ്രതിരോധം സ്വയം ഉറപ്പാക്കാൻ കരുത്ത് നൽകുന്നു. യമനിലെ ഹൂതികൾ, ലെബനിലെ ഹിസ്ബുള്ള തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. SIPRI കണക്കുകൾ പ്രകാരം കയറ്റുമതിയുടെ 7.1% ഇത്തരം സഖ്യകക്ഷികളിലേക്കാണ് പോകുന്നത്. പ്രോക്സി യുദ്ധം എന്ന പേരിൽ ലോകരാജ്യങ്ങൾ ഇതിനെ വിമർശിക്കുമ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സുരക്ഷാ വലയം അതിർത്തികൾക്കപ്പുറത്ത് ഉറപ്പിക്കുക എന്ന തന്ത്രമാണിത്. ഇറാന്റെ ശത്രുക്കളെ അവരുടെ മുറ്റത്ത് തന്നെ നേരിടാൻ ഈ സായുധ ഗ്രൂപ്പുകൾ ടെഹ്റാനെ സഹായിക്കുന്നു. സൗദി അറേബ്യയും ഖത്തറും UAEയും ഒക്കെ എണ്ണപ്പണം നൽകി അമേരിക്കയിൽ നിന്നും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കോടികളുടെ ആയുധങ്ങൾ വാങ്ങുമ്പോൾ ഇറാൻ മാത്രം ആയുധങ്ങൾ വികസിപ്പിക്കുകയും അവ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമായി വേറിട്ട് നൽകുന്നു. ലോക ആയുധ വിപണിയിൽ 18ാം സ്ഥാനത്താണ് ഇറാന്റെ സ്ഥാനമെങ്കിലും അവർ കയറ്റുമതി ചെയ്യുന്ന ആയുധങ്ങളുടെ ആഘാതം വൻകിട രാജ്യങ്ങളെക്കാൾ വലുതാണ്. ഇറാന്റെ ആയുധക്കരുത്ത് എന്നത് വെറും മിസൈലുകളുടെയോ ഡ്രോണുകളുടെയോ കഥയല്ല, അതൊരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയാണ്. ഉപരോധങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെയും എന്നേക്കുമായി തളർത്താൻ കഴിയില്ലെന്ന വലിയ സത്യം ഇറാൻ ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്നു. സാങ്കേതിക ആത്മവിശ്വാസവും വലിയ തന്ത്രങ്ങളും സമന്വയിപ്പിച്ച് സാങ്കേതിക ആത്മവിശ്വാസവും രാഷ്ട്രീയ തന്ത്രങ്ങളും സമന്വയിപ്പിച്ച് ബഹുപക്ഷ ലോകക്രമത്തിൽ തങ്ങളുടേതായ ഇടം ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏതൊരു വമ്പൻ ശക്തിയും ഒരു യുദ്ധത്തിന് മുതിരുന്നതിന് മുൻപ് ഇറാന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് 2 തവണ ആലോചിക്കേണ്ടി വരുന്നുണ്ട്. ആയുധ വിപണിയിലെ ഒരു ചെറിയ പങ്കാളി എന്നതിൽ നിന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സെലക്ട് പവർ ഹൗസായി ഇറാൻ മാറിക്കഴിഞ്ഞു. അവരുടെ ഡ്രോണുകൾ ആകാശത്ത് പറക്കുമ്പോൾ അത് കേവലം ഒരു ആയുധത്തിന്റെ ശബ്ദമല്ല,
മറിച്ച് ദശാബ്ദങ്ങളായുള്ള തടസ്സങ്ങളെ അതിജീവിച്ച ഒരു രാഷ്ട്രത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ ശബ്ദം കൂടിയാണ്. മധ്യപൂർവേഷ്യയിലെ നിലവിലെ സങ്കീർണമായ സംഘർഷങ്ങളിൽ ഇറാന്റെ പങ്ക് കേവലം ഒരു രാജ്യത്തിന്റെ സൈനിക നീക്കങ്ങളല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി അവർ പടുത്തുയർത്തിയ ആസൂത്രിതമായ പ്രവർത്തനമാണ്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ ചെലുത്തുന്ന സ്വാധീനം ആഗോള ശക്തികളെ പോലും പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. ഇറാന്റെ സ്വാധീന മേഖലകളും വളരെ വലുതാണ്. ഇറാന്റെ ഏറ്റവും ശക്തമായ പ്രോക്സി ശക്തിയാണ് ഹിസ്ബുള്ള. ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിരന്തരമായ വെല്ലുവിളികൾ ഉയർത്താൻ ഇറാന് നൽകുന്ന അത്യാധുനിക മിസൈലുകളും സാങ്കേതിക വിദ്യയും ഹിസ്ബുള്ളയെ സഹായിക്കുന്നു. ചെങ്കടലിലെ ആഗോള ചരക്കു നീക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾക്ക് സാധിക്കുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ലോകത്തിലെ അത്യാധുനിക നാവിക സേനകളെ പോലും അവർ വെല്ലുവിളിക്കുന്നു. ഇറാഖിലെ ഷിയ സായുധ ഗ്രൂപ്പുകൾക്കും സിറിയയിലെ ബഷർ അൽ അസദ് ഭരണകൂടത്തിനും ഇറാൻ നൽകുന്ന സൈനിക സാമ്പത്തിക പിന്തുണ ആ രാജ്യങ്ങളിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് വലിയ ഭീഷണിയാണ്. ഇസ്രയേലുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിന് മുതിരാതെ തന്നെ ഈ സായുധ ഗ്രൂപ്പുകളിലൂടെ ശത്രുക്കളെ നിരന്തരം അലോസരപ്പെടുത്തുന്ന റിമോട്ട് കൺട്രോൾ യുദ്ധതന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പിന്നിൽ ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കിക്കൊണ്ട് തന്നെ ശത്രുക്കളെ അവരുടെ തട്ടകത്തിൽ തളച്ചിടാൻ ഇറാൻ ഈ പ്രോക്സി ഗ്രൂപ്പുകൾ കരുത്തു നൽകുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ പരോക്ഷമായ ഇടപെടലുകൾ ഇല്ലാതെ മിഡിൽ ഈസ്റ്റിലെ ഒരു സംഘർഷത്തിനും ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയില്ലെന്ന അവസ്ഥയാണ് ഇന്നുള്ളത്.